ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, 5th ചാപ്റ്ററിലെ SSLCയിലെ 5th ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാവുന്ന ഒരു ചോദ്യമാണ് മക്കളെ. ഈ ചോദ്യത്തിന്റെ നമ്പർ പോലും സാർ എഴുതി തരാം. സൈഡിൽ 20ാമത്തെ ചോദ്യമായിട്ട്, എത്രാമത്തെ 20ാമത്തെ ചോദ്യമായിട്ട് 2025 SSLCക്ക് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും മക്കളെ, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് കാണാൻ പറ്റും മക്കളെ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും ഷുവർ ആയിട്ടുള്ള നിങ്ങളുടെ 5th ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കൾ. ചെയ്ത് നോക്കാം, ശ്രദ്ധിച്ചോളാം. ക്വസ്റ്റ്യൻ ഇതാണ്: കംപ്ലീറ്റ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞത്. ഇത്ര വരെ തന്നിട്ട് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾക്കൊണ്ട് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആസ് എ SSLC സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ഫിസിക്സ് സ്റ്റുഡൻറ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഭയങ്കര ഫെയിലിയർ അല്ലടാ. ഇപ്പോൾ ശ്രദ്ധിച്ചു, സാർ പറഞ്ഞത് എന്താ പരിപാടി എന്നുള്ളത്. ആദ്യം തന്നെ ഒരു ഒബ്ജക്റ്റിനെ അവിടെ വെച്ചു, ഒരു വസ്തുവിനെ അവിടെ വെച്ചു. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്നിട്ട് അവിടുന്ന് ഞാൻ എന്ത് ചെയ്തോ, നേരെ എന്ത് ചെയ്തോ, വരച്ചു. നിങ്ങൾക്കറിയാം പ്രിൻസിപ്പൽ ആക്സിസ് എന്നല്ല ഈ സാധനത്തിനെ വിളിക്കുക, അല്ലെ? ഇവിടെ ഇങ്ങനെ നേരെ പോകുന്ന സാധനത്തിനെ വിളിക്കുക പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം എന്നാണല്ലോ. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് ഒരു റേ വന്നാല് അത് പീന്റെ മുകളിൽ എന്നിട്ട് എന്താ പരിപാടി? എന്നിട്ട് അത് എഫിലൂടെ പോവും. എന്തിലൂടെ പോവും? എഫിലൂടെ പോവും. മക്കൾക്ക് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കടാ. ആദ്യം തന്നെ ഒരു വസ്തുവിനെ അവിടെ വെച്ചു, അതിൻ്റെ ഹെഡെന്ന് സമാന്തരമായിട്ടൊരാൾ, പാരലായിട്ടൊരാൾ വന്നു, അത് എഫിലൂടാണ്ട് പോയി. കുഴപ്പമുണ്ടോ? ഇല്ല. രണ്ടാമത് വരുന്ന ആളടാ, പിയിലൂടെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ ഒരു വളവും ഇല്ലാതെ നേരെ എന്ത് ചെയ്യടാ, പിയിലൂടെ കടന്നു പോകും. എവിടെ ഇമേജ് ഉണ്ടായത് നോക്കടാ. എവിടെ ഇമേജ് ഉണ്ടായത്? ഞാൻ വേറെ ഒരു കളറിൽ റെപ്രസെന്റ് ചെയ്യാം. എവിടെ ഇമേജ് ഉണ്ടായത്? ഇവിടെ. അതായത് നമ്മുടെ സെയിം 2F തന്നെ. ഞാൻ വസ്തുവിനെ 2F വെച്ചു, എനിക്ക് ഇമേജ് ഇവിടെ കിട്ടി, 2F തന്നെ കിട്ടി. ദിസ് നോട്ട് എ മാജിക്, ദിസ് ഇസ് ഫിസിക്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ 4th ചാപ്റ്ററിൽ നമ്മളൊരു ബോക്സ് സാറ് പഠിപ്പിച്ചിരുന്നു. അതിൽ സാറ് പറഞ്ഞു വസ്തുവിനെ സീല് വെച്ചാൽ പ്രതിബിംബം സീലാണ്, അല്ലെ? വസ്തു ഒബ്ജക്റ്റ് സീലാണെങ്കിൽ ഇമേജ് സീലാണ്. സീക്ക് നമ്മൾ ഈ 2F എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? സി തന്നെയാണ്. ആണോ? അല്ലെ? സി തന്നെയാണ്, അല്ലെ? അപ്പൊ സീല് അല്ലെങ്കിൽ 2F ഒബ്ജക്റ്റിന് വെച്ചാൽ ഇമേജ് ഇവിടെ തന്നെ കിട്ടും, 2F തന്നെ കിട്ടും. പ്രശ്നമുണ്ടോ മക്കളെ? ഇത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കാറ് മക്കളോട്. എവിടെയാണ് ഇമേജ് ഉണ്ടായതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് എന്ത് പറയും? സാറേ 2F ഇമേജ് ഉണ്ടായെന്ന് പറയും. എന്താണ് ഈ ഇമേജിന്റെ പ്രത്യേകത എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് പറയണതാ? അതിന് എന്താ അതിന്റെ പ്രത്യേകത? സെയിം സൈസ് ആയിരിക്കും. എന്താ പ്രത്യേകത? സെയിം സൈസ് ആയിരിക്കും. പിന്നെ തല കുത്തനെ നിൽക്കണേ ഇൻവേർട്ടഡ് ആയിരിക്കും. എന്താ പറയണം? ഇൻവേർട്ടഡ് ആയിരിക്കും. തല കുത്തനെയാണ് സാറേ എന്ന് പറയണം. മൂന്നാമത്തെ നിങ്ങൾ പറയേണ്ടത് അത് റിയൽ ആണ് സാറേ എന്ന് പറയണം. ഇൻവേർട്ടഡ് ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കൾക്കറിയാം അത് റിയൽ ആണ് എന്നുള്ളത്. അല്ല മക്കളെ, വളരെ കൃത്യമായിട്ട് പഠിച്ചേക്കൂലേ? 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, തെറ്റിക്കരുത്. ഓക്കെ ആണോ? ഹാപ്പി ആണോ? അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.